അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടീൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ്ഗാണ്. നമുക്ക് എഗ്ഗിൽ നിന്ന് അത്യാവശ്യം വേണ്ട പ്രോട്ടീൻ കിട്ടും. അതായത് ഒരു എഗ്ഗിൽ ഒരു 6 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒരു 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 എഗ്ഗിൽ നിന്ന്. പിന്നെ നമുക്കൊരു നല്ലൊരു സോഴ്സാണ് പ്രോട്ടീൻ കിട്ടുന്നത് ചിക്കൻ ബ്രസ്റ്റ്. മീറ്റിൽ നിന്നും നമുക്ക് നല്ലൊരു എമൗണ്ടിൽ എന്ത് കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി പ്യുവർ വെജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാവുന്നതാണ് പനീർ, അതേപോലെ തന്നെ യോഗട്ട്, മിൽക്ക്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലും നമുക്ക് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം എല്ലാവരും ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കേണ്ടത് നമ്മുടെ കാർബ് അടങ്ങിയിട്ടുള്ള ചോറും കാര്യങ്ങളും അല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻസ് ആണ്. കാരണം പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാർബ് കിട്ടുന്നുണ്ട്. പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കാർബും കലോറിയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും മറക്കണ്ട, പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാം.